ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്കും ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് 7 ഡേയ്സ് ഓഫ് വെയ്റ്റ് ലോസ് ചാലഞ്ചിൻ്റെ ഡേ 2 ആണ്. അപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്നത് എഗ് ഡയറ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ തന്നെ എണീച്ച് പുറത്ത് ലൈറ്റ്സൊക്കെ ഒന്ന് ഓഫ് ചെയ്യാണ്. ഇതാ ഇനി വെയിറ്റൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ ഇന്നത്തെ വെയിറ്റ് ഇതാണ് കേട്ടോ, 86, കറക്റ്റ് 86 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ 86.50 ആയിരുന്നു. അപ്പോൾ ഇന്നലത്തേനേക്കാളും ഒരു 50 ഗ്രാം, അതായത് ഒരു 1/2 kg കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ല സൂചനയാണല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ എല്ലാവരും ഒക്കെ എണീച്ചിട്ടുണ്ട്. ഇന്ന് മക്കൾ ഒരു സ്കൂളിൻ്റെയൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ടൊന്ന് ഒന്ന് പുറത്തൊക്കെ പോകാനുണ്ട് രാവിലെ തന്നെ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് എണീച്ച് കുറച്ചൊരു ബിസി പരിപാടിയാണ് കേട്ടോ. സുജിൻ്റെ ഫ്രണ്ട് ആരോ ശബരിമല പോയപ്പോൾ കൊണ്ടുവന്ന അരവണയൊക്കെ മക്കൾ രാവിലെ തന്നെ എടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ അതൊക്കെ കഴിക്കാണ്ട് ഇങ്ങനെ കൺട്രോൾ ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ രാവിലെ തന്നെ ഈ അത്തിപ്പഴമാണ് കഴിക്കുന്നത്. തലേന്ന് കുതിർത്തിട്ടതാണ്, ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു സാധനമാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പുറത്ത് മക്കളൊക്കെ എന്നെ ഇങ്ങനെ കളിയാക്കുന്നുണ്ട് കേട്ടോ, മമ്മ ഡയറ്റിലാണോ, എത്ര ദിവസം ഉണ്ടാകും, മമ്മ ഇടയ്ക്ക് ഡയറ്റാവും, ഇടയ്ക്ക് അതും ഇതൊക്കെ തിന്നും, മമ്മക്ക് ചോക്ലേറ്റ് വേണോ, അത് വേണോ, ഇത് വേണോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്നെ കളിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചേച്ചി വരാറുണ്ട്. അവർ കുക്ക് ചെയ്ത് തരികയാണ്. നല്ല അടിപൊളി നൂൽപുട്ടും പിന്നെ ഇന്നലത്തെ കുറച്ച് ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു, അതും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് പപ്പയും മക്കളൊക്കെ കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നൂൽപുട്ടൊക്കെ. അപ്പോൾ ഞാൻ അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഞാൻ ഒരു ആപ്പിൾ കട്ട് ചെയ്തതും 2 ബുൾസൈയാണ് കേട്ടോ കഴിക്കുന്നത്. ഞാൻ ബുൾസൈ ഞാൻ ഓവർ വേവിക്കാണ്ട് ആ മഞ്ഞ നല്ല ജ്യൂസി ആയിട്ടുള്ള ആ ഒരു രീതിയിലാണ് എനിക്ക് കഴിക്കാൻ കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കഴിക്കുന്നത്. പക്ഷേ പോകാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മക്കളെ സ്കൂളിൻ്റെ ആവശ്യത്തിന് പോകാനുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ ആ ആപ്പിളൊന്നും എനിക്ക് ഫുള്ളായിട്ട് കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ വേഗം ഓടുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാ ഞാൻ വേഗം സ്കൂളിലേക്ക് അങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കാലമായിട്ട് സ്കൂളിനെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഏതാണ് സ്കൂൾ നല്ലതെന്നുള്ള ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ മക്കൾ സ്കൂളിലത്തെ ടെസ്റ്റൊക്കെ ഇങ്ങനെ എഴുതി വരികയാണ് കേട്ടോ. അപ്പോൾ സ്കൂളിലെ സിലബസ്, വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള ദൂരം, ഇതൊക്കെയാണ് പിന്നെ ഓരോരോ സ്കൂളിലെ അന്വേഷണത്തിലുള്ള മാറ്റേഴ്സ്. അപ്പോൾ ഇങ്ങനെ നോക്കട്ടെ, അങ്ങനെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഒന്നും അങ്ങോട്ട് ഫിക്സ് ആയിട്ടില്ല. അപ്പോൾ വീട്ടിലേക്ക് വരുന്ന വഴിയിൽ അവരെന്തൊക്കെയൊക്കെയോ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ, സ്നാക്സ്. അപ്പോൾ ഇന്നലെ എന്തൊക്കെയോ മാക്രോൺസ് വാങ്ങിയതൊക്കെ അവർ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ കഴിക്കാണ്ട് പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ 12 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുക്കുംബറും ആപ്പിളുമാണ് കഴിക്കുന്നത്. അപ്പോൾ അവർ വാങ്ങിയത് എന്താണെന്ന് പോലും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിൽ എഗ്ഗ് അങ്ങനെ മസാല ആക്കിയതാണ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാനതൊന്ന് എടുത്ത് കഴിക്കുകയാണ് കേട്ടോ. അവർ വാങ്ങിയതിൽ എനിക്ക് കഴിക്കാൻ പറ്റുന്ന ഉണ്ടാവും ഞാൻ മനസ്സിൽ സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഞാൻ ഒന്നെടുത്ത് കഴിച്ചു. അപ്പോൾ ഇതാ സുജിൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവന് ഞാൻ വിചാരിച്ചു പ്ലം കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അത് കട്ട് ചെയ്തു. അപ്പോൾ ബാക്കി ഞങ്ങൾ വരുമ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, ഒരു സ്നാക്സിൻ്റെ കടയിൽ കയറിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് പ്ലേറ്റ്സിൽ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതും ഒന്ന് വെച്ച് കൊടുത്തിട്ട് അപ്പോൾ അവരൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ബാക്കി കട്ട് ചെയ്തതിനൊക്കെ ഒന്ന് ഫുള്ള് മുറിച്ച് വെച്ചിട്ട് ഒരു ബോക്സിലാക്കി വെച്ചു. അല്ലെങ്കിൽ അതൊക്കെ പിന്നെ പെട്ടെന്ന് കേടുവരുമല്ലോ കൈ തട്ടിയാൽ. അപ്പോൾ ഇങ്ങനെ ആക്കി വെച്ചാൽ എല്ലാവരും എടുത്ത് കഴിച്ചോളൂ എന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഞാൻ കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ കൂട്ടി വെച്ച പഴയ സ്നാക്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഒന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പഴയ സ്നാക്സൊക്കെ ഒന്ന് ഒഴിവാക്കി എല്ലാ ബോട്ടിൽസൊക്കെ ഒന്ന് കഴുകി എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് നീറ്റാക്കി വെക്കുകയാണ് കേട്ടോ. എന്നാൽ ഈ പുതിയതൊക്കെ ഒന്ന് കൊണ്ടുവരുമ്പോൾ നീറ്റായിട്ട് എടുത്ത് വെക്കാനൊക്കെ ഒന്ന് കഴിയുള്ളൂ. ഇങ്ങനെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പുതിയ സ്നാക്സൊക്കെ ഒന്ന് കൊണ്ടുവരും കേട്ടോ. എനിക്കാണെങ്കിൽ ഈ
ഞാൻ ഈ സ്നാക്ക് ഇട്ട് വെക്കാൻ വാങ്ങിച്ച ഈ ബോട്ടിൽസിൽ തന്നെ സ്നാക്സുകൾ ഇട്ട് വെക്കണം കേട്ടോ. അങ്ങനെ നീറ്റാക്കിയിട്ട് ഇങ്ങനെ കാണണം, എന്നാലേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം ഞാൻ വേറെയുള്ള ബോട്ടിൽസിലുള്ള സ്നാക്കൊക്കെ എടുത്തിട്ട് ഞാൻ ഈ ബോട്ടിലേക്ക് മാറ്റിയിട്ട് ഒക്കെ അങ്ങനെ ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഞാൻ ഈ സ്നാക്കുകളൊക്കെ വെക്കുക. എന്നാൽ എല്ലാവർക്കും പെട്ടെന്ന് കാണാമല്ലോ. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്ന ഗസ്റ്റൊക്കെ, അതായത് ഗസ്റ്റൊക്കെ അല്ല, നമ്മൾ വീട്ടിലൊക്കെ എപ്പോഴും വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നവരാണെങ്കിലൊക്കെ ഈ ഭാഗത്ത് വന്നിട്ട് അങ്ങനെ എടുത്ത് കഴിച്ചോളൂ കേട്ടോ. ഇപ്പോൾ അതായത് ഈവനിങ് ആണ് കേട്ടോ. പിന്നെ ആ ഒരു സമയം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് നേരം പോയി കിടന്നു, കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തു, എഡിറ്റ് ചെയ്യാനുള്ളതൊക്കെ എഡിറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഈവനിങ് ആണ് ഇത്. ഞാൻ ഓട്സ് ഉണ്ടാക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ആ ഒരു ടൈം കഴിഞ്ഞപ്പോൾ ഞാൻ അത് ലഞ്ചും കൂടി ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. പിന്നെ എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നില്ല. ആദ്യം ഞാൻ വിചാരിച്ചു ഗ്രീൻ ടീ ഉണ്ടാക്കി കുടിക്കുക എന്നുള്ളത്. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ചെറുതായിട്ടൊരു വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓട്സ് തന്നെ ഉണ്ടാക്കി കുടിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഓട്സ് ഉണ്ടാക്കി. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മുമ്പ് വാങ്ങി വെച്ചതായിരുന്നു ഈ ബ്ലൂബെറി, സ്ട്രോബെറി, അങ്ങനെ ഒരു ഈ ഡ്രൈഡ് ആയിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ. അപ്പോൾ അത് ഞാനൊരു ടോപ്പിങ്സ് ആയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് കേട്ടോ, ഒരു 3-4 ഒരു രസത്തിന്, ഒരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട്. അതും കുറച്ച് ഹണിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മധുരത്തിന് പഞ്ചസാര ഞാൻ നന്നായിട്ട് അവോയ്ഡ് ചെയ്തു കേട്ടോ. എനിക്ക് അല്ലെങ്കിൽ ഒരു മധുരം ഇല്ലെങ്കിൽ എനിക്ക് തീരെ കുടിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊന്ന് തീരെ കുടിക്കാണ്ടിരിക്കണ, നല്ല പഞ്ചസാര ഇട്ട് കുടിക്കണേക്കാട്ടി നല്ലതാണല്ലോ ഹണി ഇച്ചിരി ഒക്കെ ഇട്ട് കുടിക്കണത് എന്നുള്ള ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫോണൊക്കെ ചെയ്തിട്ട് റിലാക്സ് ആയിട്ടാണ് കേട്ടോ കുടിക്കുന്നത്. എനിക്കിങ്ങനെ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും, ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിലൊക്കെ ആരെങ്കിലുമൊക്കെ കോൾ ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ കുറേ എന്തെങ്കിലുമൊക്കെ ജോലി ഉണ്ടെങ്കിലും അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ട് ചെയ്യുമ്പോൾ എനിക്ക് ആ ജോലി ഭാരം അറിയാണ്ടൊക്കെ ചെയ്യണതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യണത്. അപ്പോൾ അങ്ങനെയൊക്കെ കോൾ ചെയ്തിട്ട് ഇങ്ങനെ ഞാൻ സമാധാനമായിട്ട് ഇങ്ങനെ കുടിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഓട്സ്. പക്ഷേ ഞാൻ ഉച്ചക്ക് ഒരു 12:30-1 മണിയൊക്കെ ആയപ്പോൾ ആ ഒരു കുറച്ച് ആപ്പിളും 2-3 കുക്കുംബറേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഫുൾ കുക്കുംബർ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു എഗ്ഗുമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം പിന്നെ ഒരു 6 മണി ആയപ്പോൾ, ഈ ഒരു ടൈമിലാണല്ലോ കഴിക്കുന്നത്, അപ്പോൾ അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഫുള്ളും കുടിച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഞാൻ പിന്നെ റൂമിലേക്ക് ഒക്കെ ക്ലീനിങ് ഒക്കെ ആയിട്ട് വന്നപ്പോൾ എൻ്റെ മോന് അവിടെ മൊത്തം അവൻ്റെ ടോയ്സ് കാര്യങ്ങൾ ഓർഗനൈസിങ് പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ടൈമിലാണ് ക്ലീനിങ് പരിപാടിയൊക്കെ ചെയ്യൽ. കാരണം ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ വീട്ടിൽ കുറച്ചൊരു കാർപ്പൻ്റർ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഫുള്ളൊരു മെസ്സിയാണ് വീട് മൊത്തം. അപ്പോൾ മോനും ഇവിടെ അവൻ്റേതായിട്ടുള്ള ഓർഗനൈസിങ് പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരത്തെ മടക്കി വെച്ച തുണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ കഴിച്ച കുറച്ച് പാത്രവും കാര്യങ്ങളും കപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്.
അപ്പോൾ ഇതാ ഞാൻ അടുക്കളയത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അവൻ്റെ ഓർഗനൈസിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഡോറൊന്നും അടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല, ഈ ടോയ്സൊക്കെ ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിന്നിട്ട്. അപ്പോൾ അവൻ അതൊക്കെ ഒന്ന് സെറ്റാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ റൂം ഒക്കെ ഏകദേശം ഒന്ന് സെറ്റാക്കട്ടെ, ഈ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നീറ്റാക്കി ഞാനൊന്ന് കുറച്ചൊരു എഡിറ്റിംഗ് പരിപാടിയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് തീർക്കട്ടെ, ഒന്ന് സുജി വരുന്നവരെ. അപ്പോൾ ഇതാ സുജി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സുജിൻ്റെ കയ്യിൽ എന്തൊക്കെയൊക്കെയോ ഉണ്ട്, തിന്നാനുള്ള സാധനങ്ങളാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഡയറ്റിംഗ് പരിപാടി തുടങ്ങുമ്പോൾ തന്നെയാണ് ഇമാതിരി സാധനങ്ങൾ വീട്ടിലേക്ക് വരാം കേട്ടോ. അല്ലെങ്കിൽ ഇത്രയധികം സാധനങ്ങളൊന്നും അധികം കൊണ്ടുവരാറൊന്നും ഉണ്ട്, പക്ഷെ ഇങ്ങനെ ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങനെ അധികമൊന്നും കൊണ്ടുവരലില്ല. ഇപ്പോൾ ഇതാ വീണ്ടും ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിക്കാം. പിന്നെ നമുക്ക് ഇതുണ്ട് ഗൈസ്, iPhone 16 Pro Max. ഇതൊക്കെ ഞാൻ ഡയറ്റിലായതുകൊണ്ട് സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നാണോ ജോ? അയ്യോ, ഞാൻ ഡയറ്റിലായതുകൊണ്ട് സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നാണോ? അല്ല, അത് നമുക്കുള്ള അല്ല, നമുക്ക് എന്താണ് നമുക്കുള്ളേ. ഇതൊക്കെ എന്താ നോക്കട്ടെ, അവിടെ നോക്ക്. ഇതിനാണ് പറയാ ഹരിബോ ഹാപ്പി ചെറീസ്. അമ്മ എന്തൊക്കെയുള്ള ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഫെററോ റോഷർ. പിന്നെ നമുക്ക് ഇതുണ്ട്. ഇതെന്താ? പിന്നെ നമുക്ക് ഇതുണ്ട്. 1 മിനിറ്റ്, ഇതെന്താ നോക്കട്ടെ. ഇതെന്താ ജോ? ഇതെന്താ? ഇത് എനിക്ക് കഴിക്കാൻ പറ്റുമോ? അതിന് എത്ര കലോറി ഉണ്ട്? കഴിക്കാൻ കഴിയൂ. പീക്കാനട്ട് ബട്ടർ റോസ്റ്റോ? പീക്കാനട്ട് എന്തായാലും ഒന്ന് കഴിച്ചോക്കല്ലേ, ജസ്റ്റ് ഒന്ന്. പിന്നെ പിസ്തയും നട്ട്സും. ഇതെന്താ? നോക്കട്ടെ. ഇത് ജെല്ലി ആ സമയല്ലേ, ആ നിങ്ങൾ എടുത്തോളൂ, എനിക്ക് വേണ്ട. ഇതാ മറ്റേ കുനാഫ വിത്ത് പിസ്റ്റാഷ്യൂ, ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള സാധനം. എനിക്ക് വയ്യ. നിങ്ങക്ക് എന്താ മനുഷ്യ, ഇത്ര ദിവസം ഇതൊന്നും കൊണ്ടുവരാൻ വയ്യ. ബിസ്കോഫിന്റെ ബിസ്ക്കറ്റ്സ്. അത് എനിക്ക് വേണം. എനിക്കാദ്യം ഡയറ്റില് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാം. ഫ്രൂട്ട്സ് അല്ല, നട്ട്സ് അല്ലേ. ഇത്രയൊക്കെ ഒന്ന് കഴിക്കുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പൊ ഇത് കഴിച്ചിട്ടുണ്ട്. ഭയങ്കര ക്രഞ്ചി പോലെ, നല്ല ടേസ്റ്റ് ഇല്ലേ? വാൽനട്ട്സ് പോലെ, വാൽനട്ട്സിന്റെ പോലെ തന്നെ, പക്ഷെ കുറച്ചുകൂടി അതെ, ചോക്ലേറ്റ്സിന്റെ ഒരു ടേസ്റ്റ്. എനിക്കതൊന്നും കൂടി കഴിച്ചോളൂ. ഇപ്പൊ വിളിക്കണ്ട, നമുക്ക് മൂവിയിൽ കഴിക്കാം. മൂവി വന്നിട്ട് ഇത് ജസ്റ്റ് നട്ട്സ് തന്നെയാണ്. അപ്പൊ ഞാനിത് ഫുള്ളായിട്ടൊന്ന് ഏതായാലും കഴിച്ചു. അപ്പൊ ഒന്ന് ഫുള്ളായിട്ട് കഴിക്കാന്ന് വിചാരിക്കും. നട്ട്സൊക്കെ എന്തായാലും കഴിക്കാമല്ലോ. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇതുവരെ കഴിക്കാത്തൊരു നട്ട്സ്. ഇതിങ്ങനെ ഒരു ഇതെന്താ ഷെല്ലിന്റെ ഉള്ളിലാണ്. ഭയങ്കര ഹാർഡ് എടുക്കാം. ഹാർഡാണല്ലേ.
എൻ്റെ ടോട്ടോ ടോട്ടോ കാണോ ടോട്ടോ തോട്ട കഴിച്ച് അപ്പോൾ ഇപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അതൊക്കെ വൃത്തികേടായി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മക്കൾ വെറുതെ പൊട്ടിച്ച് നാശാക്കി അവിടെ ഇവിടെയൊക്കെ ഇടുമെന്ന് വിചാരിച്ചിട്ട് നീറ്റാക്കി എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒന്ന് രാത്രി ഒന്ന് ഒരു മൂവി കാണാമെന്ന് വിചാരിക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് തന്നെ പുറത്ത് പോയിട്ടൊന്നുമല്ല കേട്ടോ, ഒന്ന് മൂവി കാണാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ മൂവി കാണുമ്പോൾ കുറേ സാധനങ്ങൾ സ്നാക്സായിട്ടും നട്ട്സായിട്ടും ഒക്കെ അങ്ങനെ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് റൂമിൽ കൊണ്ടുപോയി വെക്കും. അപ്പോൾ അങ്ങനെ മൂവി കാണുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ എടുത്ത് കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഒക്കെ ഒരു ബോട്ടിലാണെന്നുണ്ടെങ്കിൽ ഒന്നും തണുത്ത് പോവുകയോ അങ്ങനെ നശിച്ചു പോവുകയോ ഒന്നും ചെയ്യില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങനെ ഓരോരോ ബോട്ടിലാക്കിയിട്ട് ഇങ്ങനെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ മക്കൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. ഇനി ഞാനൊന്ന് മേല് കഴുകി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് TV കാണാനിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ ഡേ 3 ആയിട്ട് വരുന്നതായിരിക്കും. എന്നും വെയിറ്റ് ചെക്ക് ചെയ്ത് വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാ വീഡിയോ ഇത്രേ ഉള്ളൂ. നാളെ കാണാം. ബൈ ബൈ.